ഇതൊരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. Okay, before watching this video, go and watch that bullshit. I'm not here to support any particular hospital or any particular doctor. ഞാൻ ഓടി തെറിച്ചു വീണു. ഇടയ്ക്ക് ഈ ഭാഗത്ത് നല്ല വേദനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഷ്യൂ ഇല്ലാതെ 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ. അയാളും പറഞ്ഞു എത്താൻ നസീർ സാറിനെ ഞങ്ങൾ പോയി കണ്ടു, ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും, വേറെ ഒന്നും പേടിക്കാൻ. This is scratch. In the CT, it is clearly mentioned that displaced intra-articular fracture involved the distal radius. I'm not an orthopedician, I'm just a surgery resident, but with my so-called verum MBBS knowledge, I can say the gold standard treatment for this condition is surgery. Google undallo just search cheyidu nokkiya kaanallo. What are the complications of this condition? Plaster itte kai immobilize cheyyunnathu it's like a wait and watch. Adayathu namukku 3 ആഴ്ച പാസ് ഇട്ട് നോക്കാം, ഇത് ശരിയാകോ ഇല്ലയോ എന്ന് നോക്കാം, ശരിയായില്ലെങ്കിൽ സർജറി. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് മോനെ 3 ആഴ്ച കൊണ്ട് നിന്റെ കൈ അടിപൊളിയാവും, സെറ്റ് ആവും, ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്നല്ല അതിനർത്ഥം. ഇറ്റ് കൻ നെവർ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ദിസ് കേസ്. അതായത് ഇറ്റ്സ് ജസ്റ്റ് അനദർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ്പോൺ യു. പിന്നെ കോൺഫിഡന്റ് ആയി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് കരുതി എന്ത് പൊട്ടത്തരങ്ങളും വെച്ച് പറയാമെന്നും. പിന്നെ ഡോക്ടർമാരെ കുറിച്ചാണല്ലോ, അപ്പൊ കുറച്ച് മസാല കൂടി ഇട്ട് ആഡ് ചെയ്ത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ അടിച്ച പോലെ 2 മില്യൺ അടിക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസ് കൂടെ ഉള്ളത് കൊണ്ടാണ് പ്രമുഖനായ ജേർണലിസ്റ്റ് ചേട്ടൻ ഇത് പറയുന്നതെങ്കിൽ is that with professionalism you have learned? പിന്നെ ഈ പറഞ്ഞ 2 ലക്ഷം രൂപയുടെ കണക്ക്. Of course, it's a private hospital. They will charge a particular amount for the surgery, for the implant, hospital stay and so on. ഒന്നും ഫ്രീ ആയിരിക്കില്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിരിക്കുമ്പോൾ. ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചേട്ടൻ, why don't you have a medical insurance in such a scenario to avoid such financial burden? അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാൻ മേലായിരുന്നു. 15 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. I don't know how you can blame that first person. 35 വയസ്സിലെ ഡോക്ടറാണ്, ഒന്നും പഠിക്കാണ്ടെന്ന് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. What the nonsense you are saying? എന്ത് മിസ് ഇൻഫർമേഷൻ, ഫുൾ കോൺഫിഡൻസിലാണ് പറയുന്നത്. ഞാൻ ഉദ്ദേശമായിട്ട് നടന്നു. ആൾക്കാർ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ മിസ് ഇൻഫർമേഷൻ എല്ലാവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരെ വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. സോ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്.